ഹായ്, ഞാൻ സാലു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓർക്കിഡിൻ്റെ പരിപാലന രീതിയാണ്. അതിൻ്റെ ഓർക്കിഡ് എങ്ങനെയാണ് നടുന്നത്, അതുപോലെ ഓർക്കിഡിന് കൊടുക്കേണ്ട 2 വളങ്ങളെക്കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെയും കുറിച്ചും പറയുന്നുണ്ട്. എത്ര പൂക്കാത്ത ഓർക്കിഡാണെങ്കിലും ഈ വളം കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറയുന്നത് പ്രേമ മേഡമാണ്. ഇതാണ് ഡെൻഡ്രോബിയം ഓർക്കിഡ്സ്. ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ഉണ്ടോ, ദാറ്റ് ഇസ് നല്ല രീതിയിൽ വളമിട്ട് നല്ല രീതിയിൽ വളർത്തിയ ഇങ്ങനെ നീണ്ട ഒത്തിരി കൊല. ഇതുണ്ട്, ഈ കൊലയിൽ എത്ര നമ്പർ പൂക്കളുണ്ട്, ഇങ്ങനെ നല്ല രീതിയിലുണ്ടാവും. ഗ്രൗണ്ട് ഓർക്കിഡ്സ് പോലെ തന്നെ വളർത്താൻ എളുപ്പമുള്ളതാണ്. അപ്പോൾ ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് നമുക്കിതുപോലെ ചട്ടികളിൽ വെക്കാം, അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വുഡേൽ, ദാറ്റ് ഇസ് തടി കഷ്ണത്തെ വെക്കാം, അല്ലെങ്കിൽ മരത്തിൻ്റെ തടിയിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിന് മറ്റേ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വീഡിയോയിൽ കണ്ടു, ഒരു വർഷം മുഴുവൻ, ദാറ്റ് ഇസ് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വെയിൽ, ഒരു ദിവസത്തെ മുഴുവൻ വെയിൽ കിട്ടണം. പക്ഷേ ഇതിനങ്ങനെയല്ല. ഇതിന് രാവിലെ ഒരു 11-11:30 വരെയുള്ള വെയിൽ മാത്രമേ പാടുള്ളൂ. അത് കഴിഞ്ഞ് വെയിൽ വന്നാൽ ഈ ഇലയുടെ അറ്റമൊക്കെ ഇങ്ങനെ മഞ്ഞച്ച് ഇല പൊള്ളിപ്പോവുകയും കേടാവുകയൊക്കെ ചെയ്യും, വെയിൽ കൂടുതലാണെങ്കിൽ. അപ്പോൾ ഒരു 11-11:30 വരെയുള്ള വെയിൽ കിട്ടാവുള്ളൂ. പക്ഷേ വെയിൽ ഒട്ടും ഇല്ലെങ്കിൽ ഇത് പൂക്കുകയല്ല. പിന്നെ ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ഏതാണേലും വെക്കുന്ന ചട്ടി ഇങ്ങനെ ഏത് ഷേപ്പിലുള്ള ചട്ടി ഉപയോഗിക്കാം. പക്ഷേ ഇങ്ങനെ കിഴുത്തകൾ വേണം, ചട്ടിയുടെ പുറത്ത് ഇങ്ങനെ കിഴുത്തകൾ കാണണം. ദാറ്റ് ഈസ് ഈ ഓർക്കിഡ്സ് എന്ന് പറഞ്ഞാൽ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് എല്ലാം എപ്പിഫൈറ്റ്സ് ആണ്. അപ്പോൾ എപ്പിഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഇത് മരത്തിലൊക്കെ പിടിപ്പിക്കുമ്പോൾ ഈ മരം നമ്മൾ മരത്തിൽ ഇത്തിൽക്കണ്ണി പോലെ മരത്തിനെ കേടാക്കുകയല്ല, ഇത് മരത്തിൽ ഇങ്ങനെ പിടിച്ച് വളരാൻ വേണ്ടി മാത്രം മരം ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വേരുകളെല്ലാം ഈ കിഴുത്തെ കൂടെ വെളിയിലോട്ട് ഇങ്ങനെ ചാടി വരും. ദാറ്റ് ഇസ് ഇതിലുണ്ടോ, ദാറ്റ് ഇസ് ഇതുപോലെ വെളിയിൽ വേരുകളൊക്കെ ഇങ്ങനെ ചാടി വരും. അപ്പോൾ ഈ വെളിയിൽ വേരുകൾ ചാടി വരുമ്പോൾ ഈ വേരുകൾ ദാറ്റ് ഇസ് അന്തരീക്ഷത്തിൽ നിന്നാണ് ഇതിൻ്റെ വളമൊക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ വളം സ്പ്രേ ചെയ്യുമ്പോൾ ഈ വേരയിലോട്ടും ഈ തണ്ടയിലും ഇലയിലും മാത്രം നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കിഴുത്ത കണ്ടെയ്നർ വെച്ചാൽ ഈ വേരുകൾ ഈ കിഴുത്തെ കൂടെ വെളിയിൽ വരും. അടഞ്ഞ കണ്ടെയ്നർ ആകുമ്പോൾ ഇതിന് ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് വല്ലപ്പോഴും ഏതെങ്കിലും ഒരു ഫംഗിസൈഡ്, ഫൈട്രൻ പോലെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് യൂസ് ചെയ്താൽ മതി. പക്ഷേ വേറെ ഇൻഫെക്ഷൻസ് ഒന്നും ഇതിന് വരികയില്ല. ഇതും ദാറ്റ് ഇസ് ഒത്തിരി നാൾ ഈ പൂക്കൾ നിൽക്കും. പിന്നെ ഇടയ്ക്ക് ഒരു മഞ്ഞ പ്രാണിയുടെ ഒരു ശല്യം എനിക്കുണ്ടാകാറുണ്ട്. പക്ഷേ ആ പ്രാണിയെ ഏത് മരുന്നടിച്ചാലും അത് ശരിയാവില്ല. ആ പ്രാണിയെ നമ്മൾ പിടിച്ച് തന്നെ നശിപ്പിക്കണം, ദിവസം നോക്കിയിട്ട്. പക്ഷേ പ്രാണിയൊന്നും തൊട്ടില്ലെങ്കിൽ ഈ പൂക്കൾ 2-3 മാസം നിൽക്കും. ഇതും ഗ്രൗണ്ട് ഓർക്കിഡ്സ് പോലെ വളർത്താൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് നമ്മളിത് രാവിലെ ഒരു 11-11:30 വരെയുള്ള വെയിൽ നല്ലതാണ്. അത് കഴിഞ്ഞുള്ള വെയിൽ ഈ ചെടികൾക്ക് കൊള്ളുകയില്ല. അപ്പോൾ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ഇതാണ്. ഇനിയിപ്പോൾ ഒരു പോട്ട് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്ന പോട്ടിംഗ് മിക്സ്ചർ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഡെൻഡ്രോബിയം എങ്ങനെയാണ് പോട്ടിൽ വെക്കുകയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡെൻഡ്രോബിയത്തിന് നമ്മൾ മണ്ണൊന്നും ഉപയോഗിക്കുകയില്ല, നമ്മൾ ജസ്റ്റ് തൊണ്ട് കരിക്കട്ടയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ തൊണ്ട് എപ്പോഴും എടുക്കുമ്പോൾ ഉണക്ക തൊണ്ടായിരിക്കണം, പച്ചത്തൊണ്ട് ഒരിക്കലും ഉപയോഗിക്കില്ല. പച്ചത്തൊണ്ട് വന്നാൽ ഫംഗൽ ഇൻഫെക്ഷൻ വരും. ഇപ്പോൾ തൊണ്ട് മുറിക്കണമെന്നൊന്നുമില്ല, തൊണ്ടും ഉപയോഗിക്കാം. പിന്നെ ഇങ്ങനത്തെ കട്ട ചകിരിയും ഉപയോഗിക്കാം. അപ്പോൾ ചകിരി വേണേൽ അടിയിൽ ഇങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ട് തൊണ്ട് പീസസ് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കരിക്കട്ട ഇട്ട് കൊടുക്കാം. കരിക്കട്ട ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല, തൊണ്ട് മാത്രമാണേലും ഒരു കുഴപ്പമില്ല. കരിക്കട്ട തൊണ്ടൊക്കെ ഇടുന്ന അതിൻ്റെ ഈർപ്പം നിൽക്കാൻ വേണ്ടിയാണ് കുറച്ച് കരിക്കട്ട ഇടുക. പിന്നെ തൊണ്ട് പീസസ് ഇങ്ങനെ കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഈ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചെടി ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വെക്കുക. ചെടി ഇങ്ങനെ വെച്ചിട്ട് ആ ചെടിയിൽ വേരയിലോട്ട് മൂടാവുന്ന പോലെ ഇങ്ങനെ ബാക്കി തൊണ്ട് പീസസും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുക. തൊണ്ട് വെക്കും. അപ്പോൾ തൊണ്ട് വെക്കുന്നതിൻ്റെ ഇടയിൽ ഉറപ്പിക്കാനായിട്ട് നമ്മൾ കരിക്കട്ടയും ഇട്ട് കൊടുക്കുക, ചെടി ഉറപ്പിക്കാനായിട്ട്. വേറെ ഒന്നും നമ്മൾ മണ്ണെന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കില്ല. പിന്നെ നമുക്ക് ഒന്നിയിൽ നടാൻ നേരത്ത് തൊണ്ടും കരിക്കട്ടയും മാത്രം ഇട്ട് നമുക്ക് ചെടി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് തൊണ്ടും കരിക്കട്ട ഉപയോഗിച്ച് മാത്രം ചെടി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചാണകപ്പൊടിയോ
കമ്പോസ്റ്റോ ഇടാം. ഞാനിപ്പോൾ ഇവിടെ കമ്പോസ്റ്റ്, ശാലം കമ്പോസ്റ്റിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുക. അത് ചെടി പിടിച്ചു കഴിഞ്ഞ് പിന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോഴും വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കമ്പോസ്റ്റും കരിക്കട്ടയും തൊണ്ട്, വേറെ ഒന്നുമില്ല. ഇത്രയാണ് നമ്മൾ ഈ ചെടി ഇതിനകത്ത് ഇങ്ങനെ ഉറപ്പിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ചാണകപ്പൊടി, ഉണക്ക ചാണകപ്പൊടി ആയിരിക്കണം, പച്ച ചാണകം ഒരിക്കലും ഇടാൻ പാടില്ല. ഉണക്ക ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ. ഇങ്ങനെയാണ് നമ്മൾ പോട്ട് ഫില്ല് ചെയ്യുന്നത് ഡെൻഡ്രോബിയം ഓർക്കിഡ്സിന്. അപ്പോൾ തൊണ്ട് എപ്പോഴും ഉണക്കത്തൊണ്ടായിരിക്കണം. പച്ചത്തൊണ്ട് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. ഇതിന് മണ്ണെന്ന് പറഞ്ഞ സാധനം ആവശ്യമില്ല. ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ ഫെർട്ടിലൈസർ വളങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ പല ടൈപ്പ് വളങ്ങൾ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഏറ്റവും ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഓർക്കിഡ് ബൂണാണ്. ഓർക്കിഡ് ബൂൺ, ഇതാണ് ഓർക്കിഡ് ബൂൺ എന്ന് പറയുന്നത്. ഓർക്കിഡ് ബൂൺ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഓർക്കിഡ് ബൂൺ ഫോർ ഗ്രോയിങ് പ്ലാന്റ്സ്, ദാറ്റ് ഈസ് ഫോളിയേജ് എന്ന് പറയും. ഫോളിയേജ് എന്ന് പറഞ്ഞാൽ ഇലകൾ, ചെറിയ ചെടിയായിരിക്കുമ്പോൾ അതിൻ്റെ ഇലകൾ ഉണ്ടാകാനായിട്ട് ചെടി വളരാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓർക്കിഡ് ബൂൺ ഫോളിയേജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഓർക്കിഡ് ബൂൺ ഫോർ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ചെടി വലുതായിട്ട് അതിന് പൂക്കൾ കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓർക്കിഡ് ബൂൺ ഫോർ ഫ്ലവറിങ് പ്ലാന്റ്സ്. അപ്പോൾ ഇത് 2 ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ വാങ്ങിച്ചാൽ നമുക്കൊരു വർഷത്തേക്ക് ഈ സാധനമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ചെടി ചെറുതായിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ സ്പൂൺ എടുത്ത് നമ്മൾ ഇങ്ങനത്തെ 1 ലിറ്ററിൻ്റെ പമ്പ്, ഇങ്ങനത്തെ ഒരു പമ്പിൽ നമ്മൾ 1 ലിറ്റർ ലെവലിൽ വെള്ളം എടുക്കുക. എന്നിട്ട് ഒരു ചെറിയ സ്പൂൺ ഫോർ ഗ്രോയിങ് പ്ലാന്റ്സ് എന്നുള്ള ഓർക്കിഡ് ബൂൺ ഇട്ടിട്ട് സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ പൂക്കലയിൽ വീഴല്ലേ, അതിൻ്റെ വേരയിലും അതിൻ്റെ തണ്ടുകലയിലും ഇലയിലൊക്കെ സ്പ്രേ ചെയ്യാവുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെടി ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ഓർക്കിഡ് ബൂൺ ഫോർ ഗ്രോയിങ് പ്ലാന്റ്സ് അടിക്കും. അപ്പോൾ ഒരാഴ്ച ഓർക്കിഡ് ബൂൺ ഫോർ ഗ്രോയിങ് പ്ലാന്റ്സ് അടിക്കുമ്പോൾ അടുത്ത ആഴ്ച നമ്മൾ ഓർക്കിഡ് ബൂൺ ഫോർ ഫ്ലവറിങ് പ്ലാന്റ്സ് അടിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ചെടി വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫോർ ഗ്രോയിങ് പ്ലാന്റ്സ് എന്നുള്ളത് ഉപയോഗിക്കേണ്ട. നമ്മൾ ഓർക്കിഡ് ബൂൺ ഫോർ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്നുള്ളത് 1 സ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്തോട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ പമ്പിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രേ ചെയ്യുമ്പോൾ പൂക്കലയിൽ വീഴേണ്ട, വേരയിലും തണ്ടയിലും ഇലയിലും വീണാൽ മതി. ഇത് ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്താൽ മതി. ഞാൻ ഇത് മാത്രം ഉപയോഗിക്കാറുള്ളൂ എൻ്റെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിന്. പിന്നെ നേരത്തെ വീഡിയോ ആളുകൾ കണ്ടു കാണും. ഫോർ ഗ്രൗണ്ട് ഓർക്കിഡ്സിന് ഞാൻ പിണ്ണാക്ക് വെള്ളം ഒഴിക്കാൻ പറഞ്ഞായിരുന്നു. ഡൈല്യൂട്ട് ചെയ്ത് പിണ്ണാക്ക് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. ആ പിണ്ണാക്ക് വെള്ളം തന്നെ ഇതിന് സ്പ്രേ ചെയ്യുന്നവരുണ്ട്. ചിലർ തേങ്ങാവെള്ളം പുളിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്. അത് ഡൈല്യൂട്ട് ചെയ്ത്, അത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം. ശകലമെങ്കിലും കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ പിന്നെ ഒരു കാരണവശാലും നമുക്ക് അതിൻ്റെ ചെടി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കാറില്ല. ഞാൻ എൻ്റെ ഡെൻഡ്രോബിയമിന് ഈ ഓർക്കിഡ് ബൂൺസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളം ആദ്യം നമ്മൾ ഓർക്കിഡ് ബൂൺ ഫോർ ഫോളിയേജ് സ്പ്രേ ചെയ്ത് കൊടുക്കും. ചെടി കുറച്ച് ഇതുപോലെ വലിയ പ്ലാന്റാണ് ഞാനിപ്പോൾ അടത്തി വെച്ചിരിക്കുന്നത്. തീരെ ചെറുതാണ്, ഫോളിയേജ് അയച്ചു കൊടുക്കും. ഇതിപ്പോൾ വലിയ പ്ലാന്റാണ്. 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഓർക്കിഡ് ബൂൺ ഫ്ലവറിങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഉടനെ പൂ ഉണ്ടാവും. പ്ലസ് ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം നല്ല 11 മണി, രാവിലെ 11-11:30 വരെ വെയിൽ കിട്ടുന്നിടത്ത് വെച്ചാലേ ഇത് പൂക്കുള്ളൂ. ഇതാണ് ഡെൻഡ്രോബിയം ഓർക്കിഡ്സ്. നിങ്ങളുടെ വീട്ടിലും ഓർക്കിഡ് വളർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന വളം എന്താണെന്നുള്ളതും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ട വീഡിയോ ആയിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി നമുക്ക് പ്രേമ മേഡത്തിൻ്റെ വീട്ടിലെ ഓരോ ഓർക്കിഡ്സും നമുക്കൊന്ന് കാണാം. മാമിൻ്റെ ഗാർഡൻ്റെ തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ചും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതേ ഉള്ളൂ.
നമുക്കിനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.